എമ്പുരാൻ റിലീസിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ട്രെയിലർ ഇറങ്ങി അടാറ് വെടിയും പുകയുള്ള ട്രെയിലർ എന്ന് തന്നെ പറയണം. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ളൊരു ട്രെയിലർ തന്നെയാണ് നമ്മൾ കാണാനായിട്ട് കഴിഞ്ഞത്. ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണല്ലോ ഈ എമ്പുരാൻ എന്ന് പറയുന്നത്. ആക്ച്വലി ലൂസിഫർ എനിക്ക് പേഴ്സണലി തൃപ്തി നൽകിയൊരു പടമല്ലായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ലാലേട്ടൻ്റെ പ്രകടനമൊക്കെ മനോഹരമായിട്ടുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അതിൻ്റെ കഥാംശം പരിശോധിച്ച് കഴിയുമ്പോൾ, അതിൻ്റെ തിരക്കഥ പരിശോധിച്ച് കഴിയുമ്പോൾ അതിലെ ഒരു കണ്ടു പറന്ന പല പല കഥകളുടെ ഒരു കൂട്ടുകൾ മാത്രമായിരുന്നു നമ്മുടെ ഈ ലൂസിഫർ എന്ന് പറയുന്നത്. കണ്ടു പറന്ന കുറേ കഥകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തു വെച്ച ആ ഒരു ഫോർമാറ്റ്. പക്ഷേ എന്തുകൊണ്ടത് വിജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ഒരു മാസ് എലമെൻറ്റിലേക്ക്, ഒന്നുമല്ലായ്മയിൽ നിൽക്കുന്ന ഒരു കഥയെ മറ്റൊരു തരത്തിൽ ചിത്രീകരിച്ച് ഒരു മാസ് എലമെൻറ്റിലേക്ക് മാറ്റിയ പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഉള്ളതുകൊണ്ട് മാത്രമാണ്, മർമ്മ പറഞ്ഞ് പെരുമാറിയ ഒരു സംവിധായകൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ പടം ഇത്രയധികം വിജയിക്കാനായിട്ട് ഇടവന്നത്. അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കൊക്കെ അടുക്കുമ്പോഴാണ്, സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ അടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്വഭാവം അറിഞ്ഞ് ഭാഗ്യം, ലക്ക് എന്ന് തന്നെ പറയണം, ആ പോയിൻ്റിൽ അത് പൃഥ്വിരാജ് അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമാണ് ആ പടം അത്രയും ഒരു വിജയത്തിൽ പ്രേക്ഷക പിന്തുണയിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞത്. എമ്പുരാനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉസ്താദ് എന്ന സിനിമയിൽ പറയുന്നത് പോലെ, നാട്ടിലെ പരമേശ്വരൻ അങ്ങ് ബോംബെയിലെ ഉസ്താദ് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഇദ്ദേഹം എമ്പുരാനായി അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നായിരിക്കണം അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ തുടങ്ങുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, എന്തായാലും എമ്പുരാനെന്ന് പറയുന്നത് ഒരു മോശം തിരക്കഥയ്ക്ക് മേൽ ചമയ്ക്കപ്പെടുന്ന ഒരു സംവിധായക മികവ് ആകാതിരിക്കട്ടെ. ഒരു നല്ല തിരക്കഥയും അതിനകത്ത് ഒരു നല്ല സംവിധാന മികവും കാണിക്കുന്ന ഒരു ചിത്രമായിട്ടത് മാറട്ടെ എന്നെല്ലാ പ്രേക്ഷകരെ പോലെ ഞാനും ആഗ്രഹിക്കുകയാണ്.